തിരുവനന്തപുരം വെള്ളനാട്ട് ഒരു വയസ്സുള്ള കുഞ്ഞിനെ മാനസിക വെല്ലുവിളി നേരിടുന്ന മാതൃ സഹോദരി കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തി. ഉറിയാക്കോട് സ്വദേശി സിന്ധുവിന്റെ മൂന്നാമത്തെ മകനാണ് മരിച്ചത്. MG പ്രതീഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രതീഷ്, ദുഃഖകരമായ വാർത്തയാണ്, ദൗർഭാഗ്യകരമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇങ്ങനെ മാനസിക വെല്ലുവിളി നേരിടുന്നൊരു ആള് ആണ് എന്നറിഞ്ഞാൽ ഒരു കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിരുന്നില്ല. എന്താണ് സംഭവിച്ചത്? പ്രജിൻ, തീർച്ചയായും. കാരണം തിരുവനന്തപുരം വെള്ളനാട് ഉറിയാക്കോടാണ് നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഉറിയാക്കോട് സ്വദേശിയായ മഞ്ജുവിന്റെ തന്നെ സഹോദരിയുടെ മൂത്ത കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഈ വീട്ടിനുള്ളിൽ തൊട്ടിലിൽ കുട്ടി കിടക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ കുട്ടിയുടെ മാതാവ് തൊട്ടപ്പുറത്ത് ഈ തുണി അലക്കാൻ വേണ്ടി പോയതാണ്. ഈ സമയത്താണ് മഞ്ജു ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. ഈ കുഞ്ഞിന്റെ മാതാവ് പുറത്തുനിന്ന് അകത്തെത്തി ഈ കുട്ടിയെ നോക്കുമ്പോൾ കുട്ടി വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ സമീപവാസികളോടക്കം ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന കാര്യം സിന്ധു പറയുന്നത്. തുടർന്ന് ഈ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ നിന്നും തന്നെ കുട്ടിയെ കണ്ടെത്താനായില്ല. പിന്നീടാണ് ഈ കൊലപ്പെടുത്തിയ മഞ്ജു തന്നെ തൊട്ടപ്പുറത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളോട് താൻ ഈ കുട്ടിയെ കിണറ്റിലെറിഞ്ഞു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഈ മഞ്ജുവിന്റെ തന്നെ വീട്ടിലെ കിണറ്റിൽ ഈ നാട്ടുകാരും ഒപ്പം അടുത്തുള്ള ഈ തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം എത്തി പരിശോധന നടത്തിയെങ്കിലും ആ കിണറ്റിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് തൊട്ടപ്പുറത്ത് സമീപവാസിയുടെ പുരയിടത്തിലെ കിണറ്റിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുന്നത്. ഈ കിണറ്റിൽ പോലീസും ഫയർഫോഴ്സും എത്തി കിണറ്റിൽ നിന്ന് കുട്ടിയെ എടുത്ത് തൊട്ടടുത്തുള്ള വെള്ളനാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയെ ജീവൻ രക്ഷിക്കാനായില്ല. പുറത്ത് എടുക്കുമ്പോൾ തന്നെ കുട്ടിയുടെ മരണം സംഭവിച്ചു എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഈ കൊലപ്പെടുത്തിയ മഞ്ജു വർഷങ്ങളായി മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണ്. 36 വയസ്സാണ് മഞ്ജുവിന് പ്രായം. മഞ്ജുവിനും 2 കുട്ടികളുണ്ട്. ഈ നേരത്തെയും സമാനമായ രീതിയിൽ ഈ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം മഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായാണ് ഇന്ന് ഈ ഒരു കൊലപ്പെടുത്തൽ ഉണ്ടായത്. ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഒപ്പം ഈ പോലീസ് എത്തി മഞ്ജുവിനെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നും നേരത്തെയും ഇതിന് ശ്രമിച്ചിരുന്നുവെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മഞ്ജുവിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഈ കൌൺസിലിംഗിനടക്കം വിധേയമാക്കുമെന്നുമാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിളപ്പിൽശാല പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം ഈ അടുത്തുള്ള തന്നെ ഒരു സർക്കാർ ആശുപത്രിയിലാണ്. തുടർന്ന് ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വീട്ടിൽ എത്തിക്കുകയും മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു ഞെട്ടലുണ്ടാക്കിയ സംഭവം. തുടർച്ചയായി കുഞ്ഞുങ്ങൾ ആക്രമണത്തിന് ഇരയാവുകയും കൊലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഈ അടുത്തിടെയാണ് ഇത്തരത്തിലൊരു സമാനമായ സംഭവം ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തിന്റെ ഞെട്ടൽ തന്നെയാണ് തിരുവനന്തപുരം വെള്ളനാട് ഉറിയക്കോടിലുള്ള നാട്ടുകാരും ഒപ്പം ഈ മഞ്ജുവിന്റെ സമീപവാസികളും. ശരിയാണ് പ്രതീക്ഷ. എന്തായാലും ചെറിയ നേരത്തെ ഒരു അശ്രദ്ധയാണ് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത്. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്.